അല്ല ഗൈസ്, ചിത്രം ചിത്രം സിനിമയില്ലേ, ചിത്രം സിനിമയിൽ ലാലേട്ടൻ ക്ലൈമാക്സ് സീനിൽ പറയണില്ലേ, സർ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ, ജീവിക്കാനുള്ള കൊതി കൊണ്ടാണ്. ഈ പാവം ലാലേട്ടൻ കേട്ടോ. ലാലേട്ടൻ ഇത് മനഃപൂർവ്വം ചെയ്തതാണോ അതോ വേണ്ടത് വെച്ച് മനഃപൂർവ്വം ചെയ്തതാണോ അതൊരു അബദ്ധം പറ്റിയതാണോ മൂപ്പർക്ക്? എന്തായാലും കുറേ കമൻറ്റുകൾ വരുന്നുണ്ട് ഗൈസ്, കാശ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ എങ്ങനെയുള്ള സിനിമയിലും അഭിനയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അതിപ്പോൾ നമുക്ക് ലാലേട്ടനെ കുറ്റം പറയാൻ പറ്റുമോ അറിയില്ല. സിനിമേനെ വളരെ പ്രൊഫഷണലായിട്ട് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കരിയറും കൂടിയാണ് അവരുടെ അല്ലേ. അപ്പോൾ അവർ പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും, അവർക്ക് ഓക്കെ എന്ന് തോന്നുന്ന കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ ഫാൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓ ലാലേട്ടൻ്റെ ആ സിനിമ അടിപൊളി, അല്ലെങ്കിൽ അയ്യോ ഈ സിനിമ വിചാരിച്ച പോലെ ആയില്ലല്ലോ, അല്ലെങ്കിൽ ലാലേട്ടനെ ഇഷ്ടമില്ലാത്ത ആളുകൾ ആ സിനിമ മഹാമോശമായി, എന്ത് കാട്ടവരാതം മൂവി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ടായിരിക്കും. ചിലവർ എന്താണെന്ന് വെച്ചാൽ എങ്ങനെയുള്ള കഥാപാത്രങ്ങൾ എങ്ങനെയുള്ള സിനിമയും ഒരാൾ ഇപ്പോൾ ലാലേട്ടൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പല തരത്തിലുള്ള വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ സിനിമകളിൽ ലാലേട്ടൻ ചെയ്യുന്നുണ്ടല്ലോ, അത് അദ്ദേഹത്തിൻ്റെ വലിയ ഒരു മനസ്സാണ്. അല്ലെങ്കിൽ ഒരു ഡയറക്ടറെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സിനിമ ചെയ്തു, പ്രൊഡ്യൂസറുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു സിനിമ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ പൊതുവേ ആളുകൾക്ക് ഈ സിനിമ കാണുന്ന സമയത്ത് ഇപ്പോൾ അശ്വന്ത് കോക്കൊക്കെ കയറി മേയും യൂട്യൂബിൽ അല്ലേ, കാട്ടവരാത് എന്നൊക്കെ പറഞ്ഞിട്ട് തീട്ടക്കൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമയ്ക്കെതിരായിട്ട് അല്ലേ. കോക്ക് പിന്നെ അങ്ങനെ പറയുന്ന ഒരു മനുഷ്യല്ലേ, മൂപ്പര് ഫാൻസി സ്റ്റോറിൽ ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണെന്നാണ് കേട്ടത് ഗേസ്, അറിയില്ല കേട്ടോ. എന്തായാലും സീക്രട്ട് അണ്ണൻ്റെ വീഡിയോ കണ്ട് ഗേസ്, സൂപ്പർ, ഇത് എന്ത് അപരാധ മൂവിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ കാണിക്കണം. എന്തായാലും അല്ല ഗേസ്, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ. ഇപ്പോൾ സിനിമ ഇപ്പോൾ ധീര, ആ സിനിമയുടെ പേര് അതല്ലേ, ധീര, അങ്ങനെയുള്ള സംഗതികളൊക്കെ അല്ലേ. അതായത് രാജാവ്, ഈ രാജാവ് അവരുടേതായ ഇപ്പോൾ പറയുന്നത് സംസ്കൃതമാണോ മലയാളമാണോ എന്നുള്ള രീതിയിൽ മിക്സായ രീതിയിൽ സംസാരിക്കുക, അല്ലെങ്കിൽ മലയാളത്തിൽ ഭവാൻ അങ്ങ് ഭക്ഷണം കഴിച്ചു, നാം അമൃതത്തുണ്ട്, ഈ ഒരു രീതിയിലുള്ള സംഭവം ഉണ്ടല്ലോ കേസ്. എനിക്ക് പെട്ടെന്ന് ഇത് ഓർമ്മ വരണത്, മൂപ്പര ഒരു സംസ്കൃതം ഒരു നാടകം ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ലാലേട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. നാടകത്തിൻ്റെ പേര് ഞാൻ മറന്നു, എന്തോ അഭിജ്ഞാന ശാകുന്തളോ എന്തോ ഒരു നാടകമല്ലേ. അപ്പോൾ ലാലേട്ടൻ പൊതുവെ നന്നായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യരാണ്. ഇപ്പോൾ മൂപ്പര ഒരു സിനിമ കണ്ടിട്ട് അത് ബോറാണെന്നുള്ള രീതിയിൽ മൊത്തത്തിൽ നമ്മൾ അടച്ചാക്ഷേപിച്ചിട്ട് കാര്യമില്ല. അതെന്താ വെച്ചാൽ സിനിമ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ, അതിൻ്റെ സംവിധായകൻ, അതേപോലെ പ്രൊഡ്യൂസർ, അതിൽ അഭിനയിച്ച ആളുകളും, അതേപോലെ ഇഫക്ട്സ്, എഡിറ്റിങ് എല്ലാം കൂടി വരുമ്പോൾ കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് ഫൈനൽ പ്രൊഡക്റ്റ് ആണല്ലോ സിനിമ. പിന്നെ അത് ആളുകൾക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കുക, അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചൊക്കെ ഇരിക്കും കേസ്. പക്ഷേ പൊതുവെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിനിമ ആളുകൾ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് പോകുന്നത്, അല്ലാണ്ട് നമ്മൾ ആർട്ട് വാല്യൂ അത് ഇത് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയല്ല, അങ്ങനെ ആവണമെന്നില്ല. ആളുകൾ അവിടെ പോകണു, സിനിമ പോകണു, അടിച്ചു പൊളിച്ച് ആ ഒരു സംഭവം. അപ്പോൾ അത് ആ ഒരു വൈബ് അവർക്ക് കിട്ടാണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് അതിൽ അഭിനയിച്ച ആളുകളെ ആദ്യം തെറി വിളിക്കും, സംവിധായകനൊക്കെ പിന്നെ വരുന്നുണ്ടായിരിക്കും തോന്നുന്നു കേസ്. പിന്നെ സംവിധായകൻ്റെ മോന്തൊന്നും ആളുകൾ കാണുന്നില്ലല്ലോ സ്ക്രീനിൽ, മോന്ത ആരെയാണ് കാണുന്നത്, അതിൽ മെയിൻ നടൻ്റെ ആയിരിക്കും, നടിയുടെ പോലും അല്ല. നടിക്കൊന്നും അങ്ങനെ ചീത്ത പേരൊന്നും കേൾക്കുന്നുണ്ടാവില്ലായിരിക്കും, നടൻ്റെ അല്ലേ. അപ്പോൾ തെലുങ്കിലും മലയാളത്തിലും കാട്ടപരാധമാണ് ഈ പടം എന്നുള്ള രീതിയിലാണ് സംഗതി. എന്താ ചെയ്യുക, അതിൽ റീഇൻകാർണേഷൻസ് ആണല്ലേ, എന്താ പിന്നെ പറയുക, മറ്റേ വീണ്ടും ജനിക്കുക, പുനർജന്മം അല്ലേ. എനിക്ക് വന്ന് ഈ കൺസെപ്റ്റ് സാധനമൊക്കെ അടിപൊളിയാണെന്നുള്ള ലെവലിൽ ലാലേട്ടനും കൂടിയല്ലേ പാൻ ഇന്ത്യ സ്റ്റാർ അല്ലേ, ഗ്ലോബൽ സ്റ്റാർ. അപ്പോൾ ആളുകൾ ഇത് ആരാധകരൊക്കെ ലാലേട്ടൻ എന്നുള്ളൊരു സാധനം, ലാലേട്ടൻ പുറച്ചേ എന്നുള്ള രീതിയിൽ വരുന്നത് പ്രതീക്ഷയിലായിട്ട് ചെയ്തു തോന്നുന്നത് കേസ്. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ മലയാളികൾ മണ്ടന്മാരല്ല, അതാണ്. ഇവർ ഇതിനേക്കാൾ വലിയ കളികൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ അന്ധമായ രീതിയിൽ സ്ക്രീനിൽ ലാലേട്ടൻ കാണുമ്പോഴേക്ക് അത് കൊട്ടിഘോഷിച്ച് ആർത്തുല്ലസിക്കുകയും ലാലേട്ടൻ എന്ത് തേങ്ങാക്കൊല ചെയ്തിട്ടുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളല്ല മലയാളികൾ എന്ന് എന്താ പറയുക ഉള്ള ഒരു സംഭവമാണ് ഈ സിനിമ, അതിനൊരു ഉദാഹരണമാണ് തോന്നുന്നത് കേസ്. അപ്പോൾ എന്തായാലും അച്ഛനും മോനായിട്ട് അവർ മുൻജന്മത്തിലുള്ള ആളുകൾ അവതരിക്കുന്നു. ലാലേട്ടൻ ഒറ്റ ഇരുത്ത് കുറേ നേരം ഇരിക്കുന്നുണ്ട് അവസാന രംഗത്തെ ഇവിടെ. എന്തായാലും ഒരു കാര്യമുണ്ട് കേസ്, ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, അത് മലയാളികൾ എത്ര പേര് അതിൽ അഭിനയിക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ. മലയാളികൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, കണ്ടിട്ടില്ലാത്ത ആളുകൾ, കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, എനിക്ക് അവരോടാണ് ഒരു കാര്യം പറയുന്നത്, ദയവ് ഇത് വലിയ പ്രതീക്ഷകളോട് കൂടിയിട്ടൊന്നും ഈ സിനിമ എന്നല്ല ഒരു സിനിമയെ സമീപിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. സ്നേഹത്തോടു കൂടി പറയുകയാണ്. സംഭവം എന്താ അറിയോ, നമ്മൾ വലിയ ഹൈപ്പ് വെച്ചിട്ട് ഒരു സിനിമയെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് നമുക്ക്
ഇങ്ങനെ ഒരു ഹൈപ്പ് ഉണ്ടായിരിക്കുക, ഇത് വെച്ചിട്ട് അയ്യോ അങ്ങോട്ട് എത്തിയില്ല അതിന് മാത്രം ഒന്നുമില്ലല്ലോ എന്ന സംഗതി ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ഈ നിരാശ തോന്നണം. കോപ്പിലെ പടം എന്നൊക്കെ പറയുന്നു തോന്നണം. നമ്മൾ വലിയ നിരാശ വലിയ പ്രതീക്ഷയൊന്നും വെക്കാണ്ട് ഒരു സിനിമേനെ കാണാൻ പോകണം. സിനിമ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും, ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല എന്നുള്ളൊരു രീതിയിൽ പോയിട്ടൊരു അടിപൊളിയാവും തോന്നുന്നു. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓട്ടോറിക്ഷ എന്തോ ഓട്ടോറിക്ഷ ഒരു സിനിമ കണ്ടത് എനിക്ക് ഓർമ്മ വരുന്ന കേസ്. ഞങ്ങൾ കോളേജിലെ മറ്റേ അന്ന് എന്തോ എക്സാം എന്തായിരുന്നു, ക്ലാസ് ടെസ്റ്റ് എന്തായിരുന്നു. അപ്പോൾ ക്ലാസ് ടെസ്റ്റിന് കയറാണ്ടിരിക്കുക അങ്ങനെ എന്തോ സംഭവം, എന്തോ ഒരു കാര്യമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു തിയേറ്ററിൽ പോയ സമയത്ത് വെച്ചാൽ അവിടെ നോക്കുമ്പോൾ ഒന്ന് ഓട്ടർഷ എന്നുള്ള സിനിമയുണ്ട്, പിന്നെ വേറെ ഏതൊരു വിജയുടെ സിനിമ എന്താ കുറേ ഓടിയ ഒരു പടമാണത്. അത് അവിടുന്ന് മാറ്റാറായിരുന്നു ആ ടൈമിൽ. അപ്പോൾ ഞങ്ങൾ ആ സിനിമയ്ക്ക് വിജയുടെ പടത്തിന് കയറാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് അവിടുത്തെ ആളുകൾ പറഞ്ഞ് ഒരു 5-6 പേര് കൂടി വന്നിട്ടുണ്ടെങ്കിൽ പടം ഇട്ടരാ പറഞ്ഞു. എന്താ 10 പേരില്ലെങ്കിൽ പടം കാണിച്ചു തരൂല, അങ്ങനെ എന്താ സംഭവമില്ലേ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഓട്ടർഷ സിനിമയ്ക്കായിട്ട് കയറി. ലാക്കൊക്കെ എനിക്ക് ടൈം കളയല്ലോ. ഓട്ടർഷ സിനിമയ്ക്ക് പോയപ്പോൾ തല്ലിപ്പൊളി പടം എന്ന് പറഞ്ഞാൽ തല്ലിപ്പൊളി പടം. പക്ഷേ കണ്ടുകൊണ്ടിരിക്കുക ഞങ്ങൾക്കെന്ന് വെച്ചാൽ സമയം കളയാതുള്ളായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ ഓട്ടർഷ പടം കാണാൻ പോയി, അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഞങ്ങൾ ഓരോ സീൻ വരുമ്പോൾ കൂക്കുക, കൈയടിക്കുക, അടിപൊളി എന്ന് പറയുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ കുറച്ച് ഈ പ്രണയ ജോഡികളൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അവർ ശ്രദ്ധ വിട്ട് നോക്കുന്നത് എന്താ ഈ പ്രാതമാരുത്. അപ്പോൾ ഞങ്ങളെന്താ വെച്ചാൽ തിന്നാനുള്ള കുറേ സാധനങ്ങൾ വാങ്ങിയിട്ട് ബാഗിൽ കുത്തി തറച്ചിട്ടായിട്ട് പോയി അവിടെ ഇരുന്ന് തീറ്റ തന്നെയായത്. അപ്പോൾ അങ്ങനെയും സിനിമ കാണാം എന്നാണ് ഗൈസ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. പക്ഷേ ലാലേട്ടൻ്റെ ഭാഗത്തുനിന്ന് ആ ഒരു രീതിയിലേക്കുള്ളൊരു സിനിമ വരും എന്നറിയുമ്പോൾ നമുക്കൊരു സംഭവം, എന്തായാലും ലാലേട്ടൻ നല്ല പൈസ കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ. പിന്നെ ലാലേട്ടൻ പലതരത്തിലുള്ള ഏത് തരം റോളുകൾ എടുക്കുന്ന മനുഷ്യരാണല്ലോ. അപ്പോൾ ലാലേട്ടൻ ഇതൊന്നും പുത്തരിയല്ല. നമ്മൾ കാണുന്ന നമുക്ക് വലിയ ഇതായിരിക്കും. എന്തായാലും ലാലേട്ടൻ ഫാൻസ് ആളുകളോട് ചോദിക്കുള്ളൂ, നിങ്ങൾ നിരാശപ്പെടേണ്ട. ലാലേട്ടൻ ഇങ്ങനൊരു പടം ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത സിനിമ ഇതിനെയൊക്കെ ഞെട്ടിക്കുക, അടിപൊളി ഒരു സിനിമയായിട്ട് സാധനം വരും. പിന്നെ ഇവിടെ ദിലീപും ബബ്ബ അല്ലേ, ദിലീപും ലാലേട്ടൻ്റെയൊക്കെ ഒരു സിനിമ വന്നല്ലേ ബബ്ബ. അപ്പോൾ അത് അത്യാവശ്യം ഒരു ഹൈപ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ നിൽക്കട്ടെ. എന്തായാലും ഒരു കാര്യം ഇടത്ത് ഷെയർ ചെയ്യാനുള്ള സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പലപ്പോഴും ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് നമ്മൾ അത് പൊളിക്കും, അത് നല്ല എക്സ്പീരിയൻസ് ആവും, അടിച്ച് പൊളിക്കും എന്നൊക്കെ വെച്ചിട്ട് വല്ല ഫുട്ബോൾ മത്സരം കാണാൻ വേണ്ടി പടവാരി പോവുക. ചിലപ്പോൾ മത്സരം കൂറ മത്സരമായിരിക്കും. അപ്പോൾ അതുപോലെ ലാലേട്ടൻ്റെ ഭാഗത്തുനിന്നായാലും ശരി, ലാലേട്ടൻ്റെ ഭാഗത്തുനിന്നും അങ്ങനൊരു സംഗതി വരാം. പക്ഷേ ഞാനില്ല ലാലേട്ടൻ അങ്ങനെ കുറ്റം പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ ഗൈസ്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലാലേട്ടൻ രാജാവോ മകനോ ബിസിനസ് മാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി കുറേ നേരം മുട്ടുകുത്തിയിരിക്കേ, നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ ഡയലോഗുകൾ പറയേ, അല്ലെങ്കിൽ എന്താ പറയുക ലാലേട്ടൻ ഇത് പകലാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി സമയത്ത് പകലാട് എന്ന് പറയുമ്പോൾ അങ്ങനെ പറയേ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മളൊരു കാര്യം വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ലാലേട്ടൻ തോന്നിയ മാതിരി പലതും ചെയ്യും. നമുക്ക് ലാലേട്ടൻ ഇഷ്ടമാണെങ്കിൽ അടിപൊളി പറയുക, ഇഷ്ടമല്ലെങ്കിൽ ചിലപ്പോൾ ചീത്ത പറയുണ്ടാവും. ഇഷ്ടമാണെങ്കിൽ സ്നേഹത്തോടു കൂടി ലാലേട്ടൻ എന്തിനങ്ങനെയൊക്കെ അഭിനയിക്കുന്നു ഇങ്ങനെ പറയുന്നത് ഇതൊക്കെ പറയുന്നുണ്ടായിരിക്കും. അത് ഇറ്റ് ഹാപ്പൻസ്, ലൈഫല്ലേ, ഇറ്റ് ഹാപ്പൻസ്. പിന്നെ ഇതൊരു സിനിമയാണ്. സിനിമ ബേസിക്കലി ചെയ്യുന്നത് എന്തിനാണ്? സമൂഹം നന്നാക്കാനാണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം എങ്കിൽ എനിക്കങ്ങനെ തോന്നില്ല ഗൈസ്. അവരെന്താ വെച്ചാൽ ഇതൊരു ജീവിതമാർഗ്ഗമാണ്, ബിസിനസ്സാണ്, ആളുകൾക്കൊരു എൻ്റർടൈൻമെൻറ്റാണ്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റായിട്ട് എടുക്കുക. നമ്മൾ എത്രയേ സിനിമകൾ ഈ പഴത്തോല് കൊണ്ട് കഴുത്ത് മുറിക്കുന്നതും സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പഴത്തോലിൽ ചവിട്ടാണ്ട് പോകുന്ന ആളുകളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ സംഭവം അതേപോലെ നമ്മളിതിലൊക്കെ കൈയടിക്കുന്നവർ കൂക്കുന്നവരും നമുക്ക് പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ലെങ്കിലും ഇവിടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി ഒരു കണ്ട് കൂക്കടലൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു രീതിയിൽ ഈ പടത്തിൽ കണ്ടിട്ട് അടിപൊളിയായിരിക്കും തോന്നുന്നു കേസ്. അത്രയും എനിക്കും അറിയാനുള്ളത്. ഇതൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മ വരണത്. എന്തായാലും ലാലേട്ടന് അബദ്ധം പറ്റൂല്ലേത് ഞാനിവിടെ പറയാൻ എനിക്കതറിയില്ല. എന്തായാലും പാവൻ ലാലേട്ടൻ്റെ അടുത്ത സിനിമ ഇതിനെയൊക്കെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് അടിപൊളിയായിട്ട് വരുന്നതാണ് ഗൈസേ. പ്രതീക്ഷിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ്. അപ്പോൾ അടുത്ത പടം നമ്മൾ പറയാം കേട്ടോ, മറ്റേ പടം പോയിട്ടുണ്ടെങ്കിൽ ഇത് അടിപൊളിയായിട്ട് മൂപ്പര് തിരിച്ചു പിടിച്ചു എന്നൊക്കെ. പിന്നെ വേറെ കാര്യം, നമ്മളിങ്ങനെ പൊതുവേ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് കാട്ടവരാതെ മൂവിയാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ ആ സിനിമേനെ എല്ലാ രീതിയിൽ അവഹേളിച്ചിട്ട് പോസിറ്റീവായിട്ടൊന്നും പറയണില്ലെങ്കിൽ എനിക്ക് പറയുന്ന സംബന്ധം വെച്ചാൽ അത് എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവരൊരു സിനിമ ചെയ്യേണ്ടായിരിക്കും. ആ ഡയറക്ടറിൻ്റെ അല്ലെങ്കിൽ അതിൽ ആദ്യമായിട്ട് സിനിമ മേഖലയിലേക്ക് വരുന്ന ആളൊക്കെ ചിലപ്പോൾ ഡയറക്ടറോ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ അതിലെ ആക്ടേഴ്സോ ആരെങ്കിലുമൊക്കെ അതിൽ വർക്ക് ചെയ്തുള്ള ആളുകളൊക്കെ. അപ്പോൾ അവർ അടുത്തൊരു പ്രോജക്റ്റിന് വേണ്ടി പോകുന്ന സമയത്ത് ഞാൻ ഈ സിനിമയിലെ പറയുമ്പോൾ അയ്യേ ആ മോശം സിനിമയിലാണ് എന്നുള്ള രീതിയിലാകുമ്പോൾ അത് അവരെ കരിയറിന് വലിയ സംഭവമായിരിക്കും. എത്രയോ കാലം തിന്നിട്ടായിരിക്കും ഓരോരുത്തർ ഈ മേഖലയിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ചില ആളുകളൊക്കെ പറയില്ല, അവർ
വളരെ ബുദ്ധിമുട്ടിയിട്ട് കടക്കെണിയിലൊക്കെ ആയിരിക്കും ഈ സിനിമയിൽ ഒരു അവസരം കിട്ടിയിട്ട് പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ സിനിമയെ എല്ലാ രീതിയിലും അവഹേളിക്കുന്നതിന് പകരം അതിൽ പോസിറ്റീവായ കുറച്ച് കാര്യങ്ങളും കൂടി ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ എവിടെയൊക്കെ പാളി പോയിട്ടുണ്ട്. VFXിലായിക്കോട്ടെ മൊത്തത്തിലൊരു ഇഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല. അതായിരിക്കും കാര്യം. ഇപ്പോൾ നമ്മൾ കാര്യം പറ്റും ഈച്ച എന്നുള്ള മൂവി നമ്മൾ എല്ലാവരും കൈയടിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. പൊതുവേ എനിക്കിഷ്ടമായിട്ടോ ഈച്ചയല്ലേ അത് മൂവിയുടെ ഈച്ച അവൻ വരുത്തിയിട്ട് ഈച്ചയായിട്ട് വരണത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെന്താ വെച്ചാൽ ഈ സംഗതികളൊക്കെ ഇഷ്ടമാവും. എങ്ങനെയാണ് നമ്മൾ കഥ നോക്കുക, ഒരാൾ ഈച്ചയായിട്ട് വരുന്നു, അപ്പോൾ ഇതെങ്ങനെ സിനിമ ചെയ്യുക എന്നൊരു സംഭവം ഉണ്ടായിരിക്കും. പക്ഷേ ആ സിനിമ കാര്യമായിട്ട് ഓടി അല്ലെങ്കിൽ ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അതെന്താ വെച്ചാൽ മൊത്തം അതിൻ്റെ എഡിറ്റിങ്ങും അതിൻ്റെ മ്യൂസിക്കും എല്ലാം കൂടി സിങ്കായിട്ട് വരണ സംഭവം. അപ്പോൾ ആ ഒരു ഇഫക്റ്റ് ഇവിടെ കിട്ടാത്തതുകൊണ്ടുള്ള പ്രശ്നമുണ്ട്. അല്ലാണ്ട് നമ്മൾ ലാലേട്ടനെ ചീത്ത വിളിച്ചുകൊണ്ട് തെറി വിളിച്ചുകൊണ്ട് ഇപ്പോൾ എന്താ കാര്യമുള്ളത്. അപ്പോൾ എന്തായാലും അത് കുഴപ്പമില്ല, അടുത്ത അടിപൊളിയായിരിക്കും. ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇവിടെ സുനാമി വെള്ളപ്പൊക്കവും അതേപോലെ തന്നെ ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മൾ തകർന്നു പോയിട്ടില്ല. അപ്പോൾ ഇതിനെയും നമ്മൾ അതിജീവിക്കും. ലാലേട്ടൻ കി ജയ്.